ഓണാക്കിയല്ലേ, അപ്പം നമുക്ക് ഈ കാണുന്ന ഒരു കോർസെറ്റ് ബ്ലൗസിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സാരീന്റെ മുന്താണിയിൽ വരുന്ന ഒരു പോർഷൻ ആണ് കേട്ടോ. അപ്പം ആ മുന്താണിയിൽ വരുന്ന ഇങ്ങനത്തെ വർക്ക് ഉള്ളത് മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അപ്പം ഈ ഒരു തുണി 1.25 മീറ്ററിന്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഡയറക്റ്റ് എന്റെ തുണിയിലല്ല മെഷർമെന്റ് അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഇതേപോലെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൽ മെഷർമെന്റും അടയാളപ്പെടുത്തിയതിന് ശേഷം ആ പേപ്പർ കട്ട് ചെയ്തിട്ട് ആ പീസ് മെറ്റീരിയലിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ ഞാനിങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഷോൾഡറിന്റെ വിഡ്ത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഷോൾഡറിന്റെ പകുതി ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ അടയാളപ്പെടുത്തിയതിന്റെ നേരെ താഴത്തേക്ക് നമ്മൾ ആം ഹോളിന്റെ മെഷർമെന്റ് അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. അത് ഞാനിവിടെ ഒരു 7.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ 2 പോയിന്റുകളും കൂടെ കൂട്ടിയിട്ട് നീളത്തിലൊരു വര വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ബ്ലൗസ് നമ്മളൊരു സ്മോൾ സൈസാണ്, അതായത് ചെസ്റ്റ് റൗണ്ട് 30 വരുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് നീട്ടിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ നീളത്തിലുള്ള ഒരു വര എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ നേർ പകുതിയിൽ ഇതേപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ ആ ഒരു കോൺ വരുന്ന ആ ഒരു ഭാഗത്തു നിന്ന് 1 ഇഞ്ച് മുകളിലേക്കും ഇതേപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെസ്റ്റ് സർക്കംഫറൻസ് ആണ് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാനിവിടെ കൊടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ നടുക്ക് കൂടെ കട്ട് വരുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന അളവിലേക്ക് നമുക്ക് നമ്മളെ തയ്യൽ തുമ്പും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതേപോലെ കൊടുക്കാം കേട്ടോ. ഇനി അതിനുശേഷം ഇപ്പം ഈ കിട്ടിയിരിക്കുന്ന പോയിന്റുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ഒന്ന് കേവ് പോലെ ആക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ കൈക്കുഴി കേട്ടോ, അതായത് ആം ഹോൾ. ഇനി നമുക്കിവിടെ ഷോൾഡർ സ്ലോപ്പ് അടയാളപ്പെടുത്താം കേട്ടോ. അതിനായിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് ഒരു മാർക്കും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ നെക്കാണ് കേട്ടോ അടയാളപ്പെടുത്താനുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3.5 വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഒരു 5 ഇഞ്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്തും വിഡ്ത്തും വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. ഇനി ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു പോയിന്റുകൾ കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള നെക്ക് ഡിസൈൻ ആണോ വേണ്ടത് അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നേരത്തെ നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന അവിടുന്ന് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അടയാളപ്പെടുത്തിയിരിക്കുന്ന അവിടത്തേക്ക് ഇതേപോലെ ഒരു ചെരിച്ചിട്ട് ഒരു വര വരച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഈ ഷോൾഡറിൻ്റെ അവിടെയുള്ള ഒരു ചെരുവ് ഭാഗം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു 9.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ നേരെ താഴേക്ക് ഞാനൊരു 12 ഇഞ്ചിലും കൂടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ കൂടി നമുക്ക് നീളത്തിലൊരു വര വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിത് ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്ന അവിടുന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ താഴത്തെ ആ പോയിന്റിൻ്റെ അവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഇപ്പുറത്തേക്കും ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ആ മാർക്കിൽ കൂടെ ഞാൻ ഇതേപോലെ നീട്ടി ഒരു വര വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ ആ ഒരു ലൈൻ വരുന്ന ഭാഗം നമ്മൾ ആ ഒരു ബസ്റ്റിൻ്റെ ഭാഗവും നമ്മൾ ആ ഒരു താഴത്തെ വര വരുന്ന ഭാഗം നമ്മുടെ ഇതിൻ്റെ താഴത്തുള്ളൊരു ഭാഗമായിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ടോട്ടൽ നമുക്ക് ഈ ബ്ലൗസിന് എത്ര ലെങ്ത് വേണം എന്നുള്ളതാണ്. അവിടെയും കൂടെ ഒരു മാർക്ക് ഇട്ടിട്ട് ഞാനൊരു വര വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ വരച്ച വരകൾ നമ്മൾ നേരത്തെ 9.5 ഇഞ്ചും 12 ഇഞ്ചും മാർക്ക് ചെയ്തപ്പോൾ തന്നെ നീട്ടി വരച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അളവെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു 2.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തില്ല, ആ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ ഇപ്പുറത്തേക്കും ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ താഴെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു 1.5 ഇഞ്ചിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു 2.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗം വരുന്ന അവിടുന്ന് ഇതേപോലെ നമ്മൾ ആ ഒരു ഫസ്റ്റ് പോയിന്റിലേക്ക് താഴെ ഭാഗത്ത് വരുന്ന ആ ഒരു ഫസ്റ്റ് പോയിന്റിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ വരയ്ക്കാം. ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കൈ ഉപയോഗിച്ചിട്ട് ആ പോയിന്റ്സുകൾ തമ്മിൽ ഇതേപോലെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴത്തെ ആ ഒരു ലൈനിലേക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ഇപ്പുറത്തേക്കുള്ള വിഡ്ത്ത് 1 ഇഞ്ചാക്കി എടുത്തിട്ട് നമുക്ക് ആ ഒരു ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് നമ്മൾ ഇടണം കേട്ടോ. അതായത് നമുക്ക് ആ ഒരു ഭാഗം മുറിച്ച് കളയാനുള്ളതാണ്. അതൊരു 2 ഇഞ്ചിലിടണം. ഇനി ഈ ഒരു കൈക്കുഴീൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ വര തുടങ്ങിയിട്ട് ആ പോയിന്റ്സുകളൊക്കെ ഇതേപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു മുകളിലത്തെ ലൈനിൽ നിന്ന് നമ്മൾ എത്രയാണോ നമ്മളെ ചെസ്റ്റ് സർക്കംഫറൻസ് അത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പും കൂടെയാണ് നമ്മൾ കൂട്ടിയിടുന്നത് കേട്ടോ. ഇനി അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു താഴത്തെ ഒരളവും അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും താഴെ നമുക്ക് ആ ഹിപ്പിൻ്റെ ഭാഗം, അതായത് ബ്ലൗസ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ അളവും കൂടെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേ ഒരു ഷേപ്പിൽ വരയ്ക്കാൻ കേട്ടോ. ഈ ഒരു ഷേപ്പിൽ വരച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്ത് കൂടെ നമ്മൾ അതിൻ്റെ ഒരു തയ്യൽ തുമ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു താഴത്തെ ഭാഗത്തു നിന്ന് നേരെ 2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു മാർക്കിൽ നിന്ന് നമ്മളെ ടോപ്പിൻ്റെ അടിയിലേക്ക് നമുക്ക് ഏത് രീതിയിലുള്ള ഷേപ്പാണോ വേണ്ടത്, യു ഷേപ്പാണോ വി ഷേപ്പാണോ ഏത് രീതിയിലുള്ള ഷേപ്പാണോ നമുക്ക് ടോപ്പിൻ്റെ
ഒരു മുൻഭാഗത്തേക്ക് അടിയിലേക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി യു ആണോ വി ആണോ വേണ്ടത് എന്ന് നോക്കിയിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇപ്പുറത്തേക്ക് ഞാനൊരു തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെഡ് ലൈൻ വരുന്ന ഓരോ ഭാഗത്തു കൂടെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അടിഭാഗത്തേക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു 2 ഇഞ്ചോളം വരുന്ന ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഗ്യാപ്പ് വരുന്ന ആ ഒരു ഏരിയയിലുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അത് നമുക്ക് കളയാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനി നമുക്കിത് ഇതേ പേപ്പറുകൾ നമുക്ക് നമ്മളെ തുണിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ തുണി നിവർത്തി വെച്ചിട്ടുണ്ട്, മടക്കിയിട്ടൊന്നുമില്ല, സാധാ പോലെ നിവർത്തി വെച്ചിട്ട് ഈ പീസുകൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം ആ ഒരു പേപ്പറിൻ്റെ അതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ലൈനിങ്ങും ഇതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതായത് ആ ഗ്യാപ്പ് വന്നിട്ടുള്ള അതേ ഒരു ഭാഗത്ത് കൂടി നമ്മൾ ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ വെച്ചിട്ടുള്ള അതേ ഒരു രീതിയിൽ നമ്മൾ ഈ ഗ്യാപ്പിൽ കൂടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഓരോ പീസിൻ്റെയും നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഇനി നമുക്കിതാ ഈ ഒരു തുണീൻ്റെ ഒരു നല്ല ഭാഗത്തു കൂടെ കൂടിയിട്ട് ഇതൊന്ന് പതിച്ചടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ അതിൽ കൂടെ നമ്മളിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ പതിച്ചടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ബാക്കിലേക്കുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിലേക്കുള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള ഈ ഒരു പീസ് ഇതേപോലെ ഒന്ന് മടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ബാക്കിയുള്ള തുണി ഒന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ മടക്കി വെച്ചിട്ടുള്ള നമ്മളെ ഫ്രണ്ടിലെ പോർഷൻ ഇതേപോലെ ഒന്ന് വെച്ച് അതിൻ്റെ അതേ അളവിൽ നമ്മൾ ബാക്കിലേക്കുള്ള പീസും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്ക് നമ്മൾ ഫ്രണ്ടിലുള്ള പോലെ അല്ല ചെയ്യുന്നത്, ബാക്കിൽ ഒരു സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല, നെക്ക് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ സെയിം വിഡ്ത്ത് തന്നെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്ക്വയർ നെക്ക് ആക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലും വിഡ്ത്തിലും നമുക്ക് ബാക്കിൽ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് എടുത്തത് ഈ ഒരു പീസിൽ ഞാനിത് സെൻറ്ററിൽ കൂടെ ഇതേപോലെ ഒരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് അവിടെ സിബാണ് അറ്റാച്ച് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അവിടെ ഒരു ടൈ ആണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്കുള്ള സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് ബാക്കിയുള്ള എല്ലാ തുണിയും ഇതേപോലെ എടുത്തിട്ട് ഞാൻ ഇത് ആദ്യം 2ആയിട്ട് മടക്കി പിന്നെ അതൊന്നും കൂടി മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നമുക്കിത് മെഷർമെൻറ്റ് എടുക്കാം എത്ര എടുക്കണമെന്ന്. അതായത് ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് അത് നമ്മൾ എവിടെയാണോ നമ്മളെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ കൊടുക്കുക കേട്ടോ. ഇനി അവിടുന്ന് നേരെ താഴേക്ക് നമ്മൾ ക്യാപ് ഹൈറ്റ് ആയിട്ടൊരു 3.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അതും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി എന്താക്കുകയെന്ന് വെച്ചാൽ ഇപ്പം മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് നീട്ടിയൊരു വര വരയ്ക്കുക. അതായത് ഇതേപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു വര എത്രയുണ്ട് എന്നുള്ളത് അളന്ന് നോക്കിയിട്ട് അതിൻ്റെ നേരെ സെൻറ്റർ പോർഷനിൽ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു 2 പീസായല്ലോ. അപ്പോൾ ഈ ഒരു താഴത്തെ പോർഷനിൽ താഴത്തേക്ക് അരേഞ്ചും മുകളിലത്തെ പീസിൽ നമ്മൾ മുകളിലേക്ക് ഒരു അരേഞ്ചും ഇതേപോലെ അതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കി മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇതൊരു സ്ലീവിൻ്റെ ഒരു ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പുറത്തേക്ക് ഞാൻ എടുക്കുമ്പോൾ കുറച്ചും കൂടെ നീട്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു പ്ലീറ്റ്സ് ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് ഇടുന്നത്. ഇനി ഇതാ മുകളിൽ നിന്ന് നേരെ താഴേക്ക് നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത്, അതായത് സ്ലീവിന് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെയാണ് നമ്മുടെ സ്ലീവ്സ് ഉണ്ടാവുക. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു സ്ലീവ്സിൻ്റെ എല്ലാ പോർഷനിലും ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലുതായിട്ടല്ല, ചെറിയൊരു പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ നെക്ക് നമുക്ക് മറച്ചടിക്കാം. നമ്മൾ ലൈനിങ് വെക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ചെറിയൊരു പീസിലാണ് കേട്ടോ നമ്മൾ നെക്ക് മറച്ചടിക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഭാഗത്തേക്കാണ് നമ്മൾ ആ ഒരു പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ തിരിച്ച് വെക്കാം. ഇനി അതിനുശേഷം അതൊന്ന് പിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ അതേ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിലും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ബാക്കിൽ നമുക്ക് ടൈ കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു 3 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ കുറേ പീസസുകൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ കാണുന്ന പോലെ ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 3 ഇഞ്ച് വിഡ്ത്തിലും അതിൻ്റെ ആ ഒരു ബാക്കിലുള്ള അതേ ഒരു പോർഷനിലുള്ള ലെങ്ത്തിലും ഇതേപോലത്തെ ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ടോപ്പിൻ്റെ നല്ല ഭാഗത്തേക്ക് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അതിന് മുന്നേ നമുക്കിതിൻ്റെ നെക്കും കൂടി ഒന്ന് മറച്ചടിക്കാം കേട്ടോ ബാക്കിലുള്ള പോർഷൻ്റെ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു പീസ് എടുത്തിട്ട് നമ്മളിത് ഇതിലേക്ക് ഇതേപോലെ വെച്ച് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ മറച്ചടിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലുള്ള പോർഷനിൽ നമ്മൾ ആ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള പോർഷനിലും അതേപോലത്തെ നെക്കിൻ്റെ ഭാഗത്തൊരു പീസ് സ്റ്റിച്ച്
ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ നമ്മളെ നെക്ക് നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിലുള്ള പോർഷനിലേക്കും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള പോർഷനിൽ ഇതേപോലെ ആക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിലുള്ള പോർഷനിലേക്ക് ആ ഒരു ടൈ വരുന്ന ഭാഗത്തേക്ക് നമുക്കതൊന്ന് മറച്ചടിക്കണം കേട്ടോ. അതിനായിട്ട് ആ ഒരു നെക്കിൻ്റെ അവിടെ വരുന്ന ലൈനിങ് ഞാൻ അതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 ഇഞ്ച് വിഡ്ത്തിൽ അതേ ഒരു ലെങ്ത്തിലും ഇതേപോലത്തെ ഒരു പീസ് ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് മറച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇപ്പുറത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു പീസാണ് കേട്ടോ. അതായത് 3 ഇഞ്ച് വിഡ്ത്തിലുള്ള അതേ ഒരു പീസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതും ഇതേപോലെ മറച്ചിട്ട് ഇതേപോലെ നമ്മൾ മറയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു ടൈയിൻ്റെ വള്ളി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു തുണി നമുക്ക് ഇതേപോലെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നീറ്റാവും കേട്ടോ. ഇനി ഇപ്പുറത്ത് വരുന്ന ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഉള്ളിലേക്കാക്കിയിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. മറ്റേ ഇപ്പുറത്തെ ഭാഗത്തുള്ളത് നമ്മൾ ഇതേപോലെ നിവർത്തിയിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മൾ ആ ടൈ കൊടുക്കുന്ന ആ ഒരു ഇത് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ ബാക്കിലുള്ള ആ ഒരു പീസുകൾ നമ്മൾ ഇതേപോലെ ഷോൾഡർ തമ്മിൽ യോജിച്ച് പോകുന്ന പോലെ നമ്മൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കഴുത്തിലേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ലൈനിങ് നമ്മൾ നിവർത്തി പിടിച്ചിട്ട് ഒന്ന് നീളത്തിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നീറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിലുള്ള ടൈയും ഞാനിതാ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തേക്കുള്ള സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വലുതായിട്ടൊന്നും പ്ലീറ്റ്സ് ഇടുന്നില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള തുണി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. സ്ലീവിൻ്റെ അളവിൽ മാറ്റം വരാണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ സ്ലീവ്സിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. 2 സ്ലീവ്സും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ അറ്റത്തൊന്ന് എലാസ്റ്റിക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു അളവ് വരുന്ന അവിടെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. എലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 7 ഇഞ്ചോളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു 7 ഇഞ്ചാണ് നമ്മൾ ഒരു സ്ലീവിൻ്റെ അവിടെ വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ വലിച്ച് പിടിച്ച് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ആ ഒരു സ്ലീവ്സിൻ്റെ ഉള്ളിൽ കൂടി വലിച്ച് പിടിച്ചിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ടോപ്പിൻ്റെ സെൻറ്റർ പോർഷൻ ഇതേപോലെ, അതായത് ഫ്രണ്ടിൽ വരുന്ന സെൻറ്റർ നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് നമ്മളതൊന്ന് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളെ ബാക്കിലുള്ള പോർഷനിൽ ലെങ്ത്ത് കൂടിയിട്ടാണുള്ളത്, അവിടുത്തെ ലെങ്ത്ത് കുറയ്ക്കുകയും ചെയ്യണം. നമ്മളെ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലത്തെ ഒരു ഷേപ്പിലാക്കി എടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളെ ടോപ്പിൻ്റെ അടിഭാഗത്ത് വരുന്ന ഷേപ്പ് കേട്ടോ. ഇനി ഇതൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി മടക്കി സ്റ്റിച്ച് ചെയ്യും ആ സ്ലീവിൻ്റെ അറ്റത്ത് നമ്മളിത് എലാസ്റ്റിക് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ടോപ്പ് നമുക്ക് നമ്മളെ സ്കേർട്ടിൻ്റെ കൂടെയും പലാസോ പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഒരേപോലെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു കോർസെറ്റ് ബ്ലൗസ് നമുക്ക് സാരീൻ്റെ കൂടെയും ഒരേപോലെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സാരി മാത്രമല്ല, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്കൊരു ധാവണി പോലെ ആക്കിയിട്ട് വേണമെങ്കിൽ പെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാ പോലത്തെയുള്ള ബ്ലൗസുകൾ നമ്മളെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് മടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ കോർസെറ്റ് ബ്ലൗസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ധാവണി പോലെ ആയിട്ടാണ് കേട്ടോ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം.